വഇദാ തനജ്ജസ മൗദിഉം മിനൽ അർളി, ഭൂമിയിൽ ലംഘിത്ത ഒരു ജാഗ നജസൈത്ത് ബിനജസിൻ ജാമിദിൻ, ജാമിദായ നജസ്. ജാമിദ് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നി പോലത്തെ നജസ് അല്ലാണ്ട് ഗട്ടിയുള്ളെങ്കിൽ നജസ്. മക്ക തൂരിയങ്ക ഇല്ലണ്ടെങ്കിൽ വേറെ ജീവി കാഷ്ടിച്ചുണ്ടായെങ്കിൽ അതുപോലത്തെ ജാമിദായ ഗട്ടിയുള്ളെങ്കിൽ നജസ്. അത് ഫലയത്തുഹുറു, ആ ജാഗ് ശുദ്ധിയാവില്ല ഇല്ല ബി ഇസാലത്തിഹി, ആ നജസ് എടുക്കൽ കൊണ്ടല്ലാണ്ട്. അപ്പൊ ആ ജാഗയുടെ ഉദാഹരണക്ക് ഇപ്പൊ ജാല് ഭൂമിയിൽ, പിന്നെ ജാലില് പിന്നെ മക്ക മാത്തു തൂരിയുണ്ടായെങ്കിൽ, ഇല്ല ബാഗിൽ ജാവി പിന്നെ ബാക്കിന് ജീവി തൂരിയുണ്ടായെങ്കിൽ കഷ്ടിച്ചുണ്ടായെങ്കിൽ ആ നജസിനെ അവിടെ എടുത്തിട്ട് എരിയണോണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ശുദ്ധിയാവുള്ളൂ. ഇനി ഇസാലത്തി തുറാബി, അതേപോലെ മണ്ണും എടുത്തെറിയണം. എപ്പ അൽ മുഖ്തലത്തി ബിഹി, ആ നജസുമായിട്ട് മണ്ണുമായിട്ട് ഈ നജസ് കലർന്നത്. ഉദാഹരണക്ക് ഇപ്പൊ നജസ് ഉണ്ടോ, ആ നജസ്ക്ക് വന്നിട്ട് കോലിയ ഇതുപോലത്തെ വന്ന് കൊത്തോട് കൂടെ അവിടെ ഭൂമിയും ഭൂമിയിലെ മണ്ണും നജസായിട്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എങ്കിത്ത് ആ ജാഗിലുള്ള എങ്കിത്ത് ആ മണ്ണും എടുത്തിട്ട് എറിയണം. എന്നുണ്ടെങ്കിൽ മാത്രം ആ ജാഗ് ശുദ്ധിയാവുള്ളൂ. എന്നിട്ട് ആ തനി എടുത്തൽ പിന്നെ സുമ്മ ബിസ്വബിൽ മായി, പിന്നെ അതിരെ മേല് തന്നി കൊണ്ടിട്ട് ബീത്തണം, അല്ലെങ്കിൽ അതിരെ മേല് കൊണ്ടിട്ട് തന്നി ബീത്തെങ്കിൽ മെയ്യാവും. ഇൻ ബക്കിയത്ത് ഋതൂബത്തുഹു, എപ്പ അതിരെ തനി പിന്നെ ആ കാഷ്ട ആ നജസ് എടുത്തൽ പിന്നെ അതിലൊരു ചണ്ടി അവിടെ ബാക്കിയുണ്ട്. ചണ്ടി എന്നുണ്ടെങ്കിൽ തന്നിന്റെ പസർമ അവിടെ ബാക്കി ഉണ്ടുണ്ടായെങ്കിൽ മാത്രം അതിന് മേല് കൊണ്ടിട്ട് തന്നി ബീത്തെങ്കിൽ മെയ്യാവും. അതോടുകൂടെ അത് ശുദ്ധിയായിട്ട്. ഇതിപ്പോ വിഷയമൊന്നുണ്ടല്ലേ, ഇതവിടെ ഔത്ര ഉൽഗമ ഭർത്ത ഭൂമിയിൽ എവിടെയെങ്കിലും പിന്നെ ആ തടിയുടെ എടുത്തിട്ടുണ്ടെങ്കിലും അയ്യോ തടിയുടെ എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് പൊയ്ത്തിട്ടായെങ്കിൽ പിന്നെ അതിന്റെ മേല് കൊടുന്നിട്ട് തന്നി ബീത്തിണ്ടെങ്കിലും അയ്യോ. ഇനി വൈൻ തനജസ് ബിമായിൻ, ഇനി മൂത്ര പോലത്തത് നജസ്സുണ്ടെങ്കിൽ, നീര് പോലത്തെ നജസ് കൊണ്ടായെങ്കിലാ. ഉദാഹരണക്ക് ബെഡില, സോഫത്തില, കാർപ്പറ്റില ഇതുപോലത്തതിൽ സാധാരണ മക്ക മൂത്ര ബീത്തുണ്ടെങ്കിൽ, ഇങ്ങനെ മൂത്ര പോലത്തത് കൊണ്ട് നജസ്സായിട്ടുണ്ടെങ്കിൽ ഫൈൻ തശറബഹു, അത് തന്നെ കുടിച്ചിരത് ചെന്നുണ്ടെങ്കിൽ അവിടെ ഭൂമിയെ പിന്നെ അത് ബെഡിന് മേലെ ബൂത്തിണ്ടെങ്കിൽ അത് ഫുള്ള് തന്നെ അത് ഉൾക വലിക്കരുത്. അവിടെ തന്നെ ചണ്ടിയൊന്നും പിന്നെ ചണ്ടി മാത്രമല്ലേ, പിന്നെ അവിടെ നജസ്സൊന്നും മൂത്രമൊന്നും അവിടെ കണ്ടോണ്ടില്ല, അതിൽ ചണ്ടി മാത്രം അവിടെ ബാക്കിയില്ല എന്നെങ്കിൽ ഫയക്ഫി സൊബുൽ മായി അലൈഹി, അതിന്റെ മേല് തന്നി ബീത്തിണ്ടെങ്കിൽ മെയ്യാവും. ബിഹൈസ് ഉറന്നിലേക്ക് യഹ്മുറുഹു, ആ നജസ് മൂടണം. എത്ര മൂത്ര ആയിട്ട് അവിടെ എത്ര ജാഗത്തോളം അത് സ്പ്രെഡായിട്ട് അത്രമേ അവിടെ അത്രത്തോളം അത് ഫുള്ള് മുച്ചിലെങ്കിൽ തന്നെ ബീത്തണം. തന്നെ ബീത്തലോട് കൂടെ അത് മെയ്യോ, അതോടുകൂടെ അവിടെ ശുദ്ധിയായിട്ട്. ഇനി എത്രയുടെ ഇനി പിന്നെ ഞങ്ങൾ തുണിയിൽ കൊടുന്നിട്ട് എത്ര അതിൽ 100 വട്ടമല്ല എത്ര വട്ടം തോത്തിയുണ്ടായെങ്കിൽ അതവിടെ ശുദ്ധി ആവില്ല. അത് ശുദ്ധി ആവണുണ്ടായെങ്കിൽ അവിടെ പിന്നെ മൂത്രമേൽ കാണ്ടുണ്ടായെങ്കിൽ അതിൽ ഒപ്പിട്ട് എടുക്കണം. ഇനി ഒപ്പിയെടുത്താൽ പിന്നെ അവിടെ ചണ്ടി ബാക്കിയുണ്ടു എന്നുണ്ടെങ്കിൽ അതിന് മേല് കൊണ്ടുപോയിട്ട് പിന്നെ അത് മൂടരെങ്കിൽ അത് എത്ര ജാഗക്ക് തന്നെ മുത്ത് പിന്നെ നജസായിട്ട് അത്ര അതിന് മേലേക്ക് തന്നെ ബീത്തലോട് കൂടെ അവിടെ ശുദ്ധിയായിട്ട്. ഇനി അതിൽ തന്നെ പിന്നെ അതിലുള്ളെങ്കിൽ പിന്നെ ബീത്തിയെ തന്നെ അത് എടുക്കാണ്ടിക്കുറു എന്നെങ്കിലും അതോടെ ശുദ്ധിയായിട്ട് ആ ജാഗ് ശുദ്ധിയായിട്ട്. എല്ലാം യഥശറബ്, ഇനി അത് പിന്നെ മേൽ കണ്ടുകൊണ്ടുണ്ട്, അത് കുടിച്ചിട്ടില്ല, ആ മൂത്രത്തെ നീരാംശത്തെ കുടിച്ചിട്ടില്ല, മേലിങ്ങനെ കണ്ടുകൊണ്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പല ബുദ്ധമിൻ ഇസാലത്ത് അഴിനിഹി, ആ മൂത്രത്തെ വേറെ തുണിയിൽ അതിൽ എടുത്തിട്ട് പിന്നെ അതിന് മേൽ കൊടുന്നിട്ട് തന്നെ ബീത്തണോ എന്നുണ്ടെങ്കിൽ മാത്രമേ. ഇനി മൂത്രം ഉള്ളതോട് കണ്ടോലോട് കൂടെ പിന്നെ അതിന് മേൽ തന്നെ ബീത്തിണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അവിടെ നജസായിട്ട്. അപ്പൊ ഒരു കിടാവ ഇല്ലണ്ടെങ്കിൽ ഇതുപോലത്തതൊരു മൂത്രമ സോപ്പമ ബെഡ കാർപ്പേറ്റ ഇതുപോലത്തതിൽ ആയണ്ടായെങ്കിൽ അവിടെ തന്നിയുടെ അംശം മേൽ എടുക്കണക്ക് ആവൂരുണ്ടായെങ്കിൽ അതിൽ എടുക്കണക്ക് നിർബന്ധം. അതിന് മേൽ തന്നെ ബീത്തിണ്ടെങ്കിൽ ഫുള്ള് നജസാവും. ഇനി എടുക്കണക്ക് ആവില്ല എന്നുണ്ടെങ്കിൽ അതിന് മേല് തന്നി ബീത്തിണ്ടെങ്കിലും അയ്യോ തന്നി തെല്ല് കൊണ്ടിട്ട് ബീത്തരല്ല, ആ നജസ് ഫുള്ളായിട്ട് ആ തന്നി എത്തണം, അതിൽ മൂടണം, ആ നജസ്സിനെ ഫുള്ള് മുച്ചണം, മുച്ചിന്റെ രൂപത്തിൽ കൊണ്ടിട്ട് തന്നി ബീത്തണം എന്നതോട് കൂടെ അവിടെ ആ തന്നി ശുദ്ധിയായിട്ട് പിന്നെ ആ ജാഗ അവിടെ ശുദ്ധിയായിട്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വിഷയം കൂടി ലാസ്റ്റ് ഒരു വിഷയത്തേക്ക് അതോടുകൂടെ ഇതിലെ ബാബ് തീർറ്.
ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയം. ഖുസാലത്തുൽ മുതനജ്ജിസിൽ ഖലീലത്തു ത്വാഹിറത്തുൻ. കുറൂടി തന്നിൽ ഞങ്ങൾ നജസ് ശുദ്ധിയാക്കിയ തന്നി, ആ തന്നി ത്വാഹിറത്തുൻ ശുദ്ധിയുള്ള തന്നിയിട്ട് ഇനിംഫസ്വലത്ത് അത് വേർതിരിഞ്ഞിട്ട് ബന്നിട്ടെങ്കിലും ഡ്രസ്സ് കൽകുമ്പൊത്തുകു നജസായ ഒരു ഡ്രസ്സ് മുതനജ്ജിസായ ഒരു ഡ്രസ്സ് അത് കൽകുമ്പൊത്തുകു അവിടെ ഉള്ള തന്നി ബാക്കി ഉള്ളെങ്കിൽ അതിൽ ഇലിഞ്ഞു പോണെങ്കിത്തെ തന്നി ആ തന്നി ത്വാഹിറത്തുൻ ശുദ്ധിയായിട്ടിക്കറ്. വഖത്ത് തഹുറൽ മഹല്ലു എവിടെ ആ ജാഗും ഇലിഞ്ഞു പോയിട്ട് ഉള്ള ജാഗും ശുദ്ധി വേണം. ശുദ്ധി ഉണ്ടുണ്ടായെങ്കിൽ ആ തന്നെ ശുദ്ധിയായിട്ടിക്കറ്. ഉദാഹരണക്ക് ഇപ്പം നല്ലിൽ നിങ്ങൾ മുത്തനജ്ജിസായത്തെ ഡ്രസ്സ് കളിക്കൊണ്ടുള്ള ബക്കറ്റ് എതിരെ തന്നി പോകുന്നുണ്ടുണ്ടു എന്നുണ്ടെങ്കിൽ ബക്കറ്റ് ശുദ്ധി ഉണ്ടുണ്ടായെങ്കിൽ ആ തന്നെയും ശുദ്ധിയായിത്തവിടെ നജസായ തുണി കൽകുമ്പത്തും അതിൽ പോണ്ടെങ്കത്തെ വേർതിരിക്കത്തെ തന്നെ ശുദ്ധിയായ തന്നെയുണ്ട്. എപ്പ മാലം തതഗയ്യർ അത് പകർച്ചയായിട്ടില്ലെങ്കിൽ ചന്ദൻ്റെ പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കളർ വ്യത്യാസമായിട്ടില്ലേ, അതിൽ മണം വ്യത്യാസമായിട്ടില്ല, തന്നിയുടെ അതേ അവസ്ഥയിൽ ഉണ്ടുണ്ടായെങ്കിൽ മാത്രം. ഔ യസിദ് വസ്നുഹ അതേപോലെ ആ തന്നിയുടെ തൂക്കം ജാസ്തി ആയിട്ടില്ലേ. ഇപ്പം തന്നി സാധാരണ നജസ്സെല്ലാം കലകുമ്പോൾ ചിലപ്പോൾ തന്നീരാഞ്ച് പിന്നെ തന്നിയിൽ നജസ് പറലോട് കൂടെ തന്നീരാൻ്റെ തൂക്കം ഇത് ജാസ്തി ആവും. തന്നിയുടെ മൂന്നത്തെ തന്നി ഇപ്പം ഇത് കളർ പിന്നെ മിക്സ് ആവലോട് കൂടെ അതിൽ തന്നിയുടെ തൂക്കം ജാസ്തി ആവും. അങ്ങനെ ജാസ്തി ആയിട്ടുണ്ടെങ്കിൽ നജസ് ജാസ്തി ആയെങ്കും മണ കളറ് രുചി വ്യത്യാസമായിട്ടെങ്കിലും അതും നജസ്സും. ഇനി ഏതുമില്ല തന്നീര് അതേ അവസ്ഥയിൽ ഉണ്ടുണ്ടായെങ്കിൽ ആ തന്നെയും ശുദ്ധിയുള്ള തന്നെയായിട്ടിക്കരും. അതേപോലെ വേറൊരു വിഷയം കൂടി, സാധാരണ ഞങ്ങളെ ഡ്രസ്സ് ആർത്തിട്ടപ്പ ഒരു നായ് വന്നതിൽ തൊട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രസ്സ് ചണ്ടി വേനും ഇല്ലുണ്ടെങ്കിൽ നായ് ജണ്ടിലൊന്നും ചണ്ടി ഉണ്ടു അങ്ങനെ വന്നിട്ട് തൊട്ടുത്തു ഇല്ലുണ്ടെങ്കിൽ വന്ന് കടിച്ചിത്ത് എന്നെ അതൊരു ശുദ്ധിയാക്കും. ആ ശുദ്ധിയാക്കുമ്പോഴത്തേക്കു ഞങ്ങ ഇവിടെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് അതിൽ ക്ലീൻ ആക്കുമ്പോഴത്തേക്കു അതിന് മേലെ തന്നി ബീത്തുമ്പോഴത്തേക്കു അതിനെ തന്നെ ഞങ്ങളെ മേലും മാത്രം തെരച്ചുണ്ടെങ്കിൽ തെരച്ച് ജാഗും 6 വട്ടം കൽക്കണം. അത് ഒന്നാമത്തെ കൽകുമ്പോഴത്തേക്ക് തെരച്ചുണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ, കാരണം നായ് പോലത്തെ തൊട്ടുണ്ടെങ്കിൽ 7 വട്ടം കൽക്കണുണ്ടല്ലേ. ഫസ്റ്റത്തേൽ ഞങ്ങൾ ആശാക്കരുണ്ട് ശുദ്ധിയാക്കുമ്പോഴത്തേക്ക് തെരച്ചുണ്ടെങ്കിൽ 6 വട്ടം കൽക്കണം. 6 വട്ടം കൽക്കുക. കാരണം ഇനി ആ പിന്നെ നജസായി ആ തുണി ഇല്ലെങ്കിൽ ഡ്രസ്സ് ഇനി ബാക്കി 6 വട്ടല്ലേ കൽക്കണം. ഓർക്ക കലകിരത്തല്ലേ ആ ഓർക്ക കൽകുമ്പത്തുകല്ലേ പിന്നെ നജസ് തെരച്ച് ഇനി ആ ഡ്രസ്സ് കൽക്കണമെങ്കിൽ 6 അല്ലേ, അതനുസരിച്ചിട്ട് ഞങ്ങൾ തടിയും 6 വട്ടം കൽക്കണം. ഇനി രണ്ടാമത്തേതിലുണ്ടായെങ്കിൽ തെരച്ചത് എന്നുണ്ടെങ്കിൽ 5 വട്ടം കൽക്കണം. ഇല്ലെങ്കിൽ 6ാമത്തേതിലുണ്ടായി തെരച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഓർക്ക പിന്നെ ഞങ്ങളെ തടി എവിടെ തന്നി തെരച്ചിട്ട് അവിടെ കൽക്കണം. ഇനി അല്ല 7ാമത്തെ കൽകുമ്പത്ത് കയറ്റിക്കിട്ട് അതിൽ തന്നെ ഞങ്ങളെ വേറെ ഡ്രസ്സുക ചട്ടക ഇല്ല തടിക്ക തെരച്ച് എന്നുണ്ടെങ്കിൽ അവിടെ കൽക്കണ്ട. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം വിഷയത്തിക്ക്. അപ്പോൾ ഇതോടുകൂടെ ഞങ്ങളെ നസ്ര് ബാബുരെ ചെറിയ നിലക്കുള്ള വിശദീകരണമായിട്ട് ഇനി ഇൻഷാ അല്ലാഹ് ആദാബുൽ ഖല ഞങ്ങൾ ബാത്റൂം പോകുമ്പോഴത്തേക്ക് എന്തെല്ലാം അദബ് ഉണ്ടോ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ് വിശദീകരിക്കുക. എൻ്റെ ക്ലാസ് ഉണ്ടല്ലോ ജാസ്തി ആയിട്ട് ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.